പ്രധാനപ്പെട്ടതും കൗതുകകരവുമായ ഒരു കാര്യം, അതായത് ആക്സിസ് മൈ ഇന്ത്യ ഏജൻസിയാണല്ലോ. ആ ആക്സിസ് മൈ ഇന്ത്യയുടെ പ്രദീപ് ഗുപ്ത, അദ്ദേഹം അതിൻ്റെ ചെയർമാനാണ്, അദ്ദേഹത്തിൻ്റെ തലപ്പത്തുള്ള ആളാണ്. പ്രദീപ് ഗുപ്ത ലൈവ് ടെലിവിഷനിലിരുന്ന് ന്യൂസ് ചാനലിലിരുന്ന് കരഞ്ഞു. അദ്ദേഹം 360 തൊട്ട് 401 സീറ്റുകൾ NDAക്ക് ലഭിക്കുമെന്നായിരുന്നു പ്രവചിച്ചിരുന്നത്. ഇന്ത്യ ടുഡേയുടെ ഈ തെരഞ്ഞെടുപ്പ് ചർച്ചയ്ക്ക് അദ്ദേഹം വന്നപ്പോൾ ഈ വിധിയെല്ലാം കണ്ട് അദ്ദേഹം പൊട്ടിക്കരയുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ വൈറലാണ്. ഈ ആങ്കേഴ്സ്, അവരുടെ അവതാരകർ അദ്ദേഹത്തെ അയ്യോ കരയല്ലേ എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുന്ന ദൃശ്യങ്ങൾ കൂടെ ആ ദൃശ്യങ്ങളാണ് വന്നിരിക്കുന്നത്. ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. പ്രദീപ് ഗുപ്ത കരയുകയാണ്. അദ്ദേഹത്തിൻ്റെ പ്രവചനം 360 തൊട്ട് 401 സീറ്റ് വരെ നേടും എന്നായിരുന്നു NDA. അത് അദ്ദേഹത്തിൻ്റെ വലിയ തോതിൽ പിഴച്ചു. എക്സിറ്റ് പോൾ ഏജൻസികൾ അപ്പാടെ തകർന്നടിഞ്ഞ ഒരു തെരഞ്ഞെടുപ്പാണിത് എന്ന് നമ്മൾ കാണണം. അതിൽ തന്നെ ആക്സിസ് മൈ ഇന്ത്യ ആയിരുന്നു ഏറ്റവും കൂടുതൽ വലിയ വിജയം. 400 പാർ തന്നെയും അവർ പ്രവചിച്ചിട്ടുണ്ടായിരുന്നു. 360 തൊട്ട് 401 സീറ്റുകൾ വരെ NDAക്ക് ലഭിക്കാം എന്നായിരുന്നു പ്രദീപ് ഗുപ്ത തലപ്പത്തുള്ള ആക്സിസ് മൈ ഇന്ത്യയുടെ പ്രവചനം. അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് വിധി വരുന്നത് കണ്ടിട്ട് പൊട്ടിക്കരയുന്ന ദൃശ്യമാണ്. ചിരിക്കാൻ പാടില്ലാത്ത ഒരാൾ കരയുന്നത് ചിരിക്കാൻ പാടില്ലാത്തതാണ്. സമാധാനിപ്പിക്കുന്ന നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. വളരെ കൗതുകകരമായ ഒരു കാഴ്ചയല്ലേ? ഒരു ഇലക്ഷൻ റിപ്പോർട്ടിങ്ങിനിടയിൽ, ഒരു ഇലക്ഷൻ സംപ്രേഷണത്തിനിടയിലുള്ള ഏറ്റവും കൗതുകകരമായ ഒരു കാഴ്ച. അങ്ങനെ കൗതുകകരമാണ് എന്ന് മാത്രമല്ല, ഇതൊരു പ്രൊഫഷണൽ ഏജൻസി എന്ന നിലക്കായിരിക്കും അവർ നടത്തിയിട്ടുണ്ടാവുക. പക്ഷേ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം വെച്ച് അദ്ദേഹത്തിന്റെ പ്രവചനങ്ങളെ, അദ്ദേഹത്തിന്റെ പ്രൊഫഷണലിസം മറികടന്നിട്ടുണ്ടാകണം. രാഷ്ട്രീയ സാഹചര്യം അങ്ങനെയാണല്ലോ. ചോദിച്ചോട്ടെ, അന്ന് ഈ എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ വന്ന ദിവസം അത് വേണ്ട വിധത്തിൽ ചർച്ച ചെയ്യാതെ പോയതിൽ ഇപ്പോൾ സങ്കടമില്ല എന്ന് തോന്നുന്നു. നിശ്ചയമായിട്ടും നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റോറി അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ VS സനോജ് തയ്യാറാക്കിയ ഒരു സ്പോട്ട്ലൈറ്റിലും മറ്റൊരു ദീർഘ സ്റ്റോറിയും നമ്മൾ നൽകിയിരുന്നു. വളരെ വ്യക്തമായിട്ട് അതിൽ പറഞ്ഞിരുന്നു, ഇത് ഇത്തരം രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ഇത്തരം ഏജൻസികൾ നടത്തുന്നത് മുഖ്യമായിട്ടും ഈ ശക്തിയുള്ള ഗ്രൂപ്പിന് അനുകൂലമായിട്ടുള്ള വിധത്തിലാകും എന്ന കാര്യം അവർ ചൂണ്ടിക്കാണിച്ചിരുന്നു. സനോജ് തയ്യാറാക്കിയ ആ സ്റ്റോറിയിൽ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ കൂടിയും അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ അവരിലേക്ക് തേടിയെത്തുവാനുള്ള സാധ്യത കൂടി ഉണ്ട്. അത്തരത്തിലുള്ള മാനിപ്പുലേഷൻസിന് സാധ്യതയുണ്ട്. മിക്ക സർവേ ഏജൻസികളും BJP 300-ന് മേൽ സീറ്റുകൾ നേടി അധികാരത്തിലെത്തുമെന്ന് പ്രവചിച്ചപ്പോൾ ഒരു സർവേ ഏജൻസി DB ലൈവ് മാത്രം ഇന്ത്യ മുന്നണിക്ക് 255 മുതൽ 290 വരെ സീറ്റ് കിട്ടുമെന്നും NDA 201 മുതൽ 241 സീറ്റിലേക്ക് താഴുമെന്നും അവർ പറഞ്ഞിരുന്നു. ആശ്വസിക്കാം. എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഞാനിത് ആദ്യം ഇത് കണ്ടപ്പോൾ എനിക്ക് ചിരി വന്നു. പക്ഷേ ഇപ്പോഴും എനിക്കതിൽ വിഷമമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു രാഷ്ട്രീയ സാഹചര്യമാണ് പ്രൊഫഷണലായിട്ടുള്ള ആളുകളെയും ഏജൻസികളെയും ഇത്രയും ദയനീയമായിട്ടുള്ള സാഹചര്യങ്ങളിലേക്ക് എത്തിക്കുന്നത്. അതായത് രാഷ്ട്രീയ സാഹചര്യം ഇങ്ങനെ ഒരു സർവ്വശക്തിയുള്ള ഒരു സർവ്വപ്രതാപിയായിട്ടുള്ള ഒരു രാഷ്ട്രീയ സംഘം ഇങ്ങനെ എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന ഒരു കാലമായിരുന്നില്ലെങ്കിൽ വളരെ പ്രൊഫഷണലായിട്ട് ആളുകളോട് സംസാരിച്ച് എക്സിറ്റ് പോൾ ഏജൻസി അതിൻ്റെ വിധികൾ തയ്യാറാക്കുകയും അത് കുറേ കൂടെ ശാസ്ത്രീയമായ സംഗതിയാണ്. ഈ എക്സിറ്റ് പോൾ എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും തള്ളിക്കളയാവുന്ന സംഗതിയല്ല. അത് ശാസ്ത്രീയമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അത് പ്രൊഫഷണലായി നടത്തിയാൽ ഇങ്ങനെ പരാജയം പറ്റില്ലായിരുന്നു. പക്ഷേ ഈ പ്രൊഫഷണലിസത്തിന് മുകളിലേക്ക് ഈ രാഷ്ട്രീയ സമ്മർദ്ദം കൂടെ വരുമ്പോഴായിരിക്കണം ഒരുപക്ഷെ അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ കൂടെ ഇതിനകത്ത് വരികയും ഈ എക്സിറ്റ് പോൾ ഫലങ്ങളാകെ തെറ്റിപ്പോവുകയും ചെയ്യുന്നത്. അതിൻ്റെ ഒരു ദയനീയ അവസ്ഥയാണ് നമ്മളിപ്പോൾ നമ്മുടെ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഇന്ത്യ ടുഡേയുടെ ചർച്ചയ്ക്കിടയിലാണ് പ്രദീപ് ഗുപ്ത ഇങ്ങനെ പൊട്ടിക്കരഞ്ഞത്.